കാരാ പറഞ്ഞു തന്നത് അതൊരിക്കലും ശരിയല്ല പൊന്നുമോര്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ. പഠിച്ചവരെ, ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കടിക്കേണ്ടത്. ഭാര്യയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ വിശന്ന വയറോട് വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്ത് കൊണ്ടുവരികയാണ്. 3 റൊട്ടി എടുത്ത് കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഈ 3 റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടിക്കാൻ തുടങ്ങി. 3 റൊട്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കടിച്ചു. 3 റൊട്ടിയും അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്കങ്ങ് കടിക്കുകയാണ്. ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഇരുന്ന് കരയുകയാ. എന്റെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നല്ലോ ആയിഷ. ഇന്ന് നിന്നെ ഞാൻ പട്ടിണി കിട്ടല്ലോ. നിനക്ക് തരാതെ ഞാൻ കടിച്ചു പോയല്ലോ. അറിയാതെ കടിച്ചു പോയതാ റസൂലുള്ളാഹി, അറിയാതെ കടിച്ചു പോയതോ. പഠിച്ചവരെ, പ്രവാചകനോട് കരയുന്ന ഭർത്താവിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോ ആയിഷ. നബിയേ, എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം നബിയേ. അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കാനാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ച പ്രവാചകന്, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ കടിച്ച പ്രവാചകന്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കടിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കു പൊന്നുമോന്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സൗബാ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടന്നയിലെ ഏറ്റവും മനോഹരമായ ഭവനം. പണമുള്ളവന്റെ വീടല്ല, 2 നില വീടല്ല, ഹജ്ജ് ചെയ്തവന്റെ വീടല്ല, ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല, ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൈവക്കാൻ ഞാൻ പറയുന്നില്ല, എനിക്ക് നാണം കെടാൻ വയ്യാത്തണ്ട. എങ്ങനെ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടന്നയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്ക്, കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണമെങ്കിലും ബുക്കോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, 1-2 പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും. അപ്പൊ ചോദിക്കും, ഗൾഫിൽ കിടക്കണ ഭർത്താവ്? ഗൾഫിലില്ല, ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണം. ഉരുട്ടി കൊതിങ്ങളൊന്നും ചോദിക്കും. വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം. അതൊരു ബർക്കത്താ. അത് പണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനെ?
പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും, ഒറ്റ പാത്രമേ ഉള്ളൂ. അന്ന് പിന്നെ വലിയൊന്നും ഇല്ലല്ലോ, ആകെ ഒരു പാത്രം. ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും. എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ യന്ത്രം ഇല്ല, എന്നിട്ട് സിമെന്റ് ഒക്കെ കുഴക്കണ യന്ത്രം ഉണ്ടല്ലോ. നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഇളക്കല, എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കും. മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഉമ്മയുടെ മുന്നിൽ പോയി വായി തുറന്നു കൊടുക്കും. ഉമ്മ ഇങ്ങനെ വാരി വെച്ച് തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ പഠനകിലെ പെണ്ണുങ്ങളെന്ന് വീട്ടിൽ പോകണം. ഇരിക്കണ ആണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കള് കാണാൻ വേണ്ടി ചോറും കറിയെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ടൊന്ന് ഇളക്കണം. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും വാങ്ങി തിന്നാത്ത കാലമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം വേസ്റ്റാണെന്നാ മക്കള് ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഒരു വീടുണ്ട്. ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നേ. അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കൂടപ്പറപ്പുകൾക്കെങ്കിലുണ്ട്. എടാ, ഇവൻ എന്റെ അനുജനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന എത്ര എന്റെ കൂടപ്പറപ്പടാ, നാട്ടുകാരെന്തോ പറയട്ടെ, അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല, അതിന്റെ കൂടപ്പറപ്പിന് തന്നെയാണ്. ഏറ്റവും വലിയ നീ നശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടുകാർ, അയൽവാസികളല്ല, സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സുകൾ തമ്മിൽ അകന്നുപോയത് കൊണ്ടാ. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നു. എന്തേ പറഞ്ഞു തന്നത്? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. 2, അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കണം. അവള് സാരി വേണമെന്ന് പറഞ്ഞാൽ സാരി, ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ ചുരിദാർ, ഫർദ വേണമെന്ന് പറഞ്ഞാൽ ഫർദ, മീൻ വേണമെന്ന് പറഞ്ഞാൽ മീന്, ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ഇറച്ചി. നിന്റെ വീട്ടിൽ ആവശ്യം, നിന്റെ ഭാര്യ എന്തൊക്കെ ചോദിക്കുന്നു അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം. അത് നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് അവള്, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല. നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ വീട് നോക്കാനും നിന്റെ തുണി കഴുകി തരാനും പെണ്ണിന് നിർബന്ധമില്ല. അതൊക്കെ അവള് ചെയ്തു തന്നാൽ അവളുടെ ഔദാര്യം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഭർത്താവിന്റെ കടമയാ. ഭാര്യ പറയുന്നു എനിക്ക് ജോലിക്കാരെ വേണം, എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം. അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടില്ല.